നമസ്കാരം. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങളിൽ അന്തിമ നിമിഷത്തിൽ അനുകൂലമായ വിജയം കൈവരിക്കുവാനിടയുണ്ട്. പുത്രപൗത്രാദി സംരക്ഷണത്താൽ മനസ്സമാധാനത്തിന് യോഗം കാണുന്നു. നിലവിലുള്ള വ്യാപാര വ്യവസായ മേഖലകളുടെ അനുബന്ധ സ്ഥാപനം തുടങ്ങുവാൻ അവസരം ഉണ്ടായിത്തീരും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. പഠിച്ച വിദ്യ വേണ്ട വിധത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള അവസരം സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും വഴിയൊരുക്കുവാനിടയുണ്ട്. ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടുകൂടി ചെയ്തു തീർക്കുവാൻ സാധിക്കും. കഫ നീർദോഷ രോഗപീഠകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടും. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കുവാനിടയുണ്ട്. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുവാനായിട്ട് ഒരുപക്ഷെ അവധിയെടുത്ത് ജന്മനാട്ടിലെത്തിച്ചേരുവാനിടയുണ്ട്. മംഗളകർമ്മങ്ങളിലും വിരുന്ന് സൽക്കാരത്തിലും നേതൃത്വ സ്ഥാനം വഹിക്കുവാനുള്ള അവസരം പുതിയ ആത്മവിശ്വാസത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ മംഗളമാക്കി തീർക്കുവാൻ സാധിക്കും. വിട്ടുവീഴ്ച മനോഭാവത്താൽ കുടുംബജീവിതത്തിൽ ആഹ്ലാദാന്തരീക്ഷം സംജാതമാകും. വീഴ്ചകളുണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് വഴി കടം വാങ്ങുവാനുള്ള സാഹചര്യത്തിൽ നിന്നും പിന്മാറുവാൻ സാധിക്കും. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായിട്ടുള്ള കർമ്മമേഖലകൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും അവലംബിക്കുവാനുമുള്ള സാഹചര്യം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വഞ്ചനകളിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. സുതാര്യതയുള്ള സമീപനത്താൽ സർവകാര്യ വിജയം നേടും. പ്രവർത്തന മണ്ഡലങ്ങളിൽ സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായ സാഹചര്യവും ഈ വർഷത്തിലുണ്ടാകും. 2015 ആണ്ടിൽ ചിത്ര നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറഞ്ഞത്. നമസ്കാരം.